റീസെൻ്റ്ലി എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു വിഷമം, എല്ലാവർക്കും അറിയാം, ശോഭനയുടെ ഒട്ടുമിക്ക സിനിമയിലും ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളതെന്ന്, അല്ലേ? എല്ലാവരും പറയും ഏറ്റവും നല്ല സ്വീറ്റാവുന്നതും എൻ്റെ ശബ്ദമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തുടരും സിനിമ ആക്ച്വലി ഞാൻ ഡബ് ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പുറത്ത് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ പറയണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. കാരണം ഈ തുടരും സിനിമ ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡബ്ബിങ് തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? അപ്പോൾ പറഞ്ഞു, ആ കുറേ ആയി ചേച്ചി, പിന്നെ എല്ലാവരും കഴിഞ്ഞു, ലാൽ സാറൊക്കെ ചെയ്തു, ചേച്ചി മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു തമിഴ് ക്യാരക്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അവർ നന്നായിട്ട് തമിഴ് അറിയുമല്ലോ, അപ്പം അവരെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ചൂടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല അതൊരു ഡിസ്കഷൻ അവിടെ നടന്നു, ശോഭനയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ഡബ് ചെയ്യണം എന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു, ഡയറക്ടർ തരുൺ മൂർത്തി, നമ്മളെല്ലാവരും കൂടി, ഈവൻ സ്ക്രിപ്റ്റ് റൈറ്റർ സുനിൽ അവിടെ എല്ലാവരും ഇരുന്ന് തീരുമാനിച്ചു, വേണ്ട നമുക്ക് ബായി ചേച്ചി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വന്നേ പറ്റൂ. ഞാൻ പോയി. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഡബ്ബിങ്ങിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ലാതെയായി എനിക്ക്. കാരണം എനിക്ക് എൻ്റെ വോയിസ് ഓവർ എക്സ്പോസ്ഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഓവർ എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ട് എഫക്റ്റഡ് ആവുന്നത് ക്യാരക്ടേഴ്സാണ്. ഭാഗ്യലക്ഷ്മിയാണ് അവിടെ കാണുന്നത്, അതെനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ശോഭന ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോഴും തരുൺ മൂർത്തിയും സുനിലും കൂടെ, അപ്പം അന്ന് രഞ്ജിത്ത് സ്റ്റുഡിയോയിൽ വന്നിട്ടില്ല, ഇല്ല ചേച്ചി തന്നെ ചെയ്യണം. ഫുൾ പിക്ചർ ഞാൻ ഡബ് ചെയ്തു. ക്ലൈമാക്സൊക്കെ അലറി നിലവിളിച്ച് ഭയങ്കരമായിട്ട് ഞാൻ എഫർട്ട് എടുത്ത് അത് ചെയ്തു. ഫുൾ പേയ്മെൻറ്റും, എന്നോട് ബാർഗെയിനിങ് പോലും ഇല്ലാതെ നല്ല പേയ്മെൻറ്റും എല്ലാം വാങ്ങി, ഇതെല്ലാം കഴിഞ്ഞു. പടം റിലീസാവുന്നേ ഇല്ല. അപ്പോൾ എമ്പുരാൻ്റെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചു ഒരു ദിവസം രഞ്ജിത്തിനോട്, ഡബ്ബിങ് കഴിഞ്ഞ് 1 മാസമൊക്കെ ആയി, ചെറിയ കുറച്ച് കറക്ഷൻസൊക്കെ ഉണ്ട്, പിന്നെ ചേച്ചിയോട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചാൽ ചേച്ചിയുടെ വോയിസ് മാറ്റി കേട്ടോ, ശോഭന തന്നെ ഡബ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ വിളിച്ച് പറയുക എന്നൊരു മര്യാദ നിങ്ങൾക്കില്ലേ? അപ്പോൾ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, ശോഭന പറഞ്ഞു ഞാൻ ഡബ് ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രൊമോഷന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശോഭനയെ കൊണ്ട് അത് ഡബ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഒരു അഭിനയിച്ച വ്യക്തി, അത് മെയിൽ ഓർ ഫീമെയിൽ, അവർക്ക് അവരുടെ വോയിസ് കൊടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതിൽ നമ്മൾ ആരും കൈകടത്താൻ പാടില്ല. ആർക്ക് ആര് വോയിസ് കൊടുക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് ഒരു ഡയറക്ടറുടെ പിന്നെ ഡ്യൂട്ടിയാണ്. അത് ഡയറക്ടറുടെ പരമാധികാരമാണ്. അതേസമയം ആ ആർട്ടിസ്റ്റിന് കോൺഫിഡൻസ് ഉണ്ട്, ഇല്ല എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് ആർട്ടിസ്റ്റിന് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അത് ഇനി ഏത് കോടതി പോയാലും കോടതിയും പറയും അവരുടെ വോയിസല്ല അവർ ചെയ്യണമെന്ന് പറയുന്നത്. അതിലൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ എന്നോട് ഒരു വാക്ക്, ഇത്രയും സിനിമകൾ ഡബ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള, ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ശോഭനയ്ക്ക് എന്നെ വിളിച്ചൊരു വാക്ക് പറയാമായിരുന്നു. ബാക്കി നീ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ എനിക്ക് ഒരാഗ്രഹമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് ഒരു പടമെങ്കിലും എനിക്ക് ഡബ് ചെയ്യണം എന്ന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. അതവർ പറഞ്ഞില്ല, പ്രൊഡ്യൂസർ പറഞ്ഞില്ല, ഡയറക്ടർ പറഞ്ഞില്ല. ഇതേ ഡയറക്ടർ അതിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൽ വരുന്ന പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ സിനിമ ശോഭന ഞാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ശോഭനയുടെ ഓൺ വോയിസ് ആണെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അങ്ങനെയും കൂടെ നുണ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, എനിക്കിതിന് ഞാൻ പിന്നെ അതൊരു വീഡിയോ ചെയ്ത് അതിനെ കുറേ ചാനലുകൾ അതിനെ എടുത്തിട്ട് വൈറലാക്കി, അങ്ങനെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ പടം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ തിയേറ്ററിൽ കാണാൻ പോയി. ക്ലൈമാക്സിൽ എൻ്റെ വോയിസ് യൂസ് ചെയ്തിട്ടുണ്ട് അവർ. കാരണം എനിക്ക് നന്നായിട്ടറിയാം അത്രയും അലറി നിലവിളിച്ച് ശോഭനയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ശോഭനയ്ക്ക് അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. ഡയലോഗൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അലറൽ നിലവിളിയൊക്കെ എൻ്റെയാണ്. അതിൻ്റെ ഒരു 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 എത്തിക്സ് എന്നോട് അവർ കാണിച്ചില്ല എന്ന് എനിക്കത് നല്ല സങ്കടമുണ്ട്. സിനിമ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ കൂടുതൽ റിയലിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ അഭിനയിക്കുന്ന ആൾ തന്നെ ഡബ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക്
അതിപ്പം ഡയറക്ടേഴ്സ് മാറുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നവർ മാറുന്നുണ്ട്, ആളുകളാണെങ്കിലും ഇത് ഇവർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു സമയം എത്തിയിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കൊരു ഭീഷണി, അവർക്കൊരു ഇൻസെക്യൂരിറ്റി വരേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇനി നമ്മളിതല്ല നമ്മൾ സീരിയലുകളിലേക്ക് അന്യഭാഷകളിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാർക്ക് അത് ഉണ്ടാക്കുമോ? അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു മാറ്റം. 2001 ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, നോക്കിക്കോളൂ, ഇനി ഒരു 10 കൊല്ലം കൂടെ ഇവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. 10 കൊല്ലം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഓൺ വോയിസിലേക്ക് പോകും, സിങ് സൗണ്ടിലേക്ക് പോകും, അവരവരുടെ ശബ്ദം കൊടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് പോകും. കാരണം പണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് പേര് സിനിമയിലേക്ക് വന്നവരാ. ഇന്ന് അങ്ങനെയല്ല, ഇന്നൊരു പാഷനായിട്ടും എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പെൺകുട്ടികളും ഒക്കെ അല്ലേ. അന്ന് അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു പലരും. അപ്പോൾ അവരൊക്കെ അതുകൊണ്ടാണ് അവർ വർഷത്തിൽ 1 പടമോ 2 പടമൊക്കെ, അവർ കണ്ടമാനം പടങ്ങളൊന്നും ആ കുട്ടികൾ എടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഒരു അവാർഡൊക്കെ കിട്ടുമ്പോൾ ഇത് ഫുൾ എൻ്റെ ക്രെഡിറ്റ് ആവണമെങ്കിൽ എൻ്റെ വോയിസ് തന്നെ ആവണം, മറ്റൊരാളുടെ വോയിസ് യൂസ് ചെയ്താൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഒരു എന്താ പറയുക, പ്രൊഫഷണൽ സീരിയസ്നെസ് ഉണ്ടല്ലോ. അപ്പം സാങ്കേതികം വളരുകയാണ്, ടെക്നോളജി ഇങ്ങനെ വളരും തോറും ഈ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് ഷൂട്ടിംഗ് സെറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഷൂട്ടിംഗ് സെറ്റുകളൊക്കെ പൊളിച്ചു, എല്ലാവരും പുറത്തേക്ക് വന്നു. അപ്പോൾ ആ സ്പേസൊക്കെ പിന്നെ എന്ത് ചെയ്യും? അപ്പം ചെന്നൈയിലൊക്കെ അത് പിന്നെ ഗോഡൗണായി, പിന്നെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളായി, അല്ലെങ്കിൽ ഫ്ലാറ്റുകളായി, എല്ലായിടത്തും ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ബാധിക്കപ്പെടുന്നത് ഹീറോയിൻ വോയിസ് ചെയ്യുന്നവരാണ്. ഹീറോയിൻ വോയിസ് ചെയ്യുന്നവരാണ് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന. മറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ വർക്കുണ്ട്. എസ്പെഷ്യലി എന്നും ബിസി ആയിരിക്കുന്ന ക്രൗഡ് ചെയ്യുന്നവരായിരിക്കും, അവർക്ക് എല്ലാ സിനിമയിലും വർക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സീരിയലിൽ എന്താ ഓപ്പർച്യൂണിറ്റി? വെബ് സീരീസ്, പാൻ ഇന്ത്യൻ മൂവീസൊക്കെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ടെക്നോളജി വളരും തോറും ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ വേറൊരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതല്ലെങ്കിൽ ഇത്. ഇപ്പോൾ വെബ് സീരീസ് ഞാൻ നോക്കിയിട്ട് ഒരുപാട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ വളരെ ബിസിയാണ്. മുൻപത്തെ ഞങ്ങളൊക്കെ ഇരുന്നതിനേക്കാളും ബിസിയാണ് ഇപ്പോഴത്തെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ. എൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുത്തതാണ്, ഞാൻ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, എൻ്റെ തീരുമാനങ്ങളിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ നമ്മൾ പുറത്ത് കോപം കാണിക്കുന്നവർ അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അവരുടെ ദൗർബല്യം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട്, ശരിക്കുള്ള ഞാനിങ്ങനെയല്ല എന്നുള്ളത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കവചമായിട്ട് ഈ ഒരു കോപത്തെ നിർത്താറുണ്ട്. അതായത് എൻ്റെ ആ വൾണറബിലിറ്റീസ് അവർ അറിയണ്ടേ എന്നോർത്ത്, അങ്ങനെ ഒരു ഇതിലാണോ? അല്ല, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അത് ഇപ്പം എനിക്കത് തെറ്റാണെന്ന് തോന്നി തുടങ്ങിയത്, നമ്മൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കും. ഓപ്പോസിറ്റുള്ള ആളും അതേപോലെ സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കണം, അല്ലെങ്കിൽ വയലൻ്റ് ആവുക. ശെടാ, അത് വേറൊരാളല്ലേ, അതെങ്ങനെ പറ്റും? അത് മനസ്സിലാക്കാതെ വരുമ്പോൾ അന്നൊക്കെ അങ്ങനെ. ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. അന്നൊരു വലിയൊരു ഇഷ്യൂ ഉണ്ടായി ഒരു യൂട്യൂബറുടെ വിഷയത്തിൽ, അല്ലേ? നിങ്ങൾ ചോദിക്കരുത് എന്ന് ആഗ്രഹിച്ചാലും ഞാൻ കേട്ടോ. പക്ഷേ പണ്ടൊക്കെ എനിക്ക് പക എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഡബ്ബിംഗ് കാലഘട്ടങ്ങളിൽ എന്നെ മെൻ്റലി വല്ലാതെ ഹരാസ് ചെയ്ത്, പ്രൊഫഷണലി ഹരാസ് ചെയ്ത് ആൾക്കാരൊക്കെ, സ്ത്രീകൾ തന്നെ, നമ്മുടെ ഈക്വൽ ഡബ്ബിങ്ങിന് എന്നവർ തന്നെ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പകയുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വളരണം, വളർന്നിട്ട് അവരോട് 4 വർത്തമാനം പറയണം, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തൊരു സില്ലിയായിട്ടാണ്, എന്തിനാണ് നമ്മളങ്ങനെ പകയുടെ പുറത്തല്ലല്ലോ നമ്മൾ വളരേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നതും ജീവിക്കുന്നത്. അത് പകയോടുകൂടെ ആയിരിക്കണം. ഈ പക എന്ന് പറയുമ്പോൾ എന്നെ തന്നെയാണ് ആ പക ഇല്ലാതെയാക്കുന്നത്. എന്നെയാണത് ഡിസ്റ്റർബ് ചെയ്യുന്നത്. എൻ്റെ മനസ്സ് ചീത്തയാകുന്നു, എൻ്റെ ചിന്തകൾ ചീത്തയാകുന്നു, അപ്പോൾ എൻ്റെ ടോട്ടൽ ഫേസ് എക്സ്പ്രഷൻ ചീത്തയാവുന്നു. അത് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ശരിക്കും പറയണേ, എനിക്ക് ആ യൂട്യൂബറിനെ കാണുമ്പോൾ എനിക്ക് കണ്ടാൽ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പാവം തോന്നും.
അന്ന് ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്നത്? ഇപ്പോൾ വേറൊരാളുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് സിനിമയിൽ അച്ചീവ് ചെയ്ത ആളുകളെക്കുറിച്ച് നിരന്തരം യൂട്യൂബിൽ കൂടി ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടല്ലോ, സിനിമയിലുണ്ടായിരുന്നു. അദ്ദേഹം ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല, പക്ഷേ അച്ചീവ് ചെയ്തവരെ കുറിച്ചാണ് ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നതും. ഇല്ലാത്ത കഥകൾ അതിനെ കണ്ണും മൂക്കും ഒക്കെ എഴുതി വരച്ച് ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മൾ സിനിമാക്കാരെല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും കൂടുമ്പോൾ പറയും, ഇതിനൊക്കെ മറുപടി പറയാൻ പോകണം എന്തിന്, നമ്മളെന്തിനാ അത് ഇഗ്നോർ ചെയ്താൽ വിട്ടുകളാ. ഇപ്പം നമ്മളെല്ലാം അങ്ങനെ ഒരു ഇത്, കാരണം ഇപ്പം ഞാൻ എൻ്റെ ഈ 50 വർഷ ജീവിതത്തിൽ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ആ കാലം മുതലുള്ള കഥകൾ പറയാൻ അറിയാഞ്ഞിട്ടാണോ? പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല.